ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റീനൽ സ്റ്റോണിനെ കുറിച്ചാണ്. വൃക്കയിലെ കല്ല്. എന്താണ് ഈ റീനൽ സ്റ്റോൺ? എങ്ങനെയാണ് ഈ സ്റ്റോൺ കല്ല് ഉണ്ടാവുന്നത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? ഇതിന്റെ മറ്റു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? വീട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കല്ല് വരാതിരിക്കാൻ വേണ്ടി, കല്ല് വന്ന ആളുകൾക്ക് കല്ല് പുറത്തു പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാച്ചുറലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ രക്തം ഫിൽട്ടർ ചെയ്യുന്നത്. അത് ഫിൽട്ടർ ചെയ്ത രക്തത്തിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന നിലയിൽ മൂത്രം പുറന്തള്ളപ്പെടുന്നു. ഈ മൂത്രത്തിൽ ഒരുപാട് ധാതുക്കളും ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ ധാതുക്കളും ലവണങ്ങളും കൂടി ചേർന്ന് ക്രിസ്റ്റൽ രൂപത്തിലായി അത് പിന്നീട് അതൊരു കല്ല് രൂപത്തിൽ, സ്റ്റോൺ രൂപത്തിലാവുന്ന അതാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നത്. മൂത്രത്തിൽ കല്ല് രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ഇത് ചെറിയ ചെറിയ കല്ലുകളാണെങ്കിൽ അത് മൂത്രത്തിലൂടെ പുറത്തു പോവുകയും, വലിയ കല്ലുകളാണെങ്കിൽ അത് മൂത്രനാളിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് മൂത്ര തടസ്സവും അതുപോലെ തന്നെ വേദനയും ബുദ്ധിമുട്ടും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ റീനൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ലുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ, വേണ്ട രീതിയിലുള്ള വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ആവുകയും കൂടുതൽ കല്ലുണ്ടാവാനും, അല്ലെങ്കിൽ കല്ലുള്ള ആളുകൾക്ക് ആ കല്ലിന്റെ സൈസ് കൂടാനും കാരണമാവുന്നുണ്ട്. രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനമായും പറയാനുള്ളത് ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ളത് ചീര, നട്ട്സ്, തക്കാളി പോലുള്ള ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം ഉണ്ടാവും. നമ്മൾ പല വീഡിയോയിലും പല ആവശ്യങ്ങൾക്കും നട്ട്സ് ധാരാളം കഴിക്കണം, അതുപോലെ തന്നെ ചീര പോലുള്ള പച്ചക്കറികൾ നല്ല കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് അത് നമുക്ക് സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി കല്ലുള്ള ആളുകളാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം കഴിക്കാം. ഇനി കല്ലുള്ള ആളുകളും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ അധികമൊന്നും പ്രശ്നമില്ലാതെ പോകും. പക്ഷേ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയും വെള്ളം കൂടിയൊക്കെ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും കല്ലുണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് പാരമ്പര്യം. പാരമ്പര്യം എന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പാരമ്പര്യമായിട്ട് ചില ആളുകൾക്ക് കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കല്ലുള്ള ആളുകൾക്ക് ഉണ്ടായി മാറിക്കഴിഞ്ഞാലും പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കല്ലുണ്ടാവാനുള്ള അവരുടെ ശരീരത്തിൽ ടെൻഡൻസി ഉണ്ടാവും. ചില അസുഖങ്ങൾ കാരണവും കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ്, UTI എന്ന് പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഹൈപ്പർ പാരാതൈറോയിഡ് പോലുള്ള അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണമായിട്ട് ഈ മൂത്രത്തിൽ കല്ലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയ ചില മരുന്നുകളൊക്കെ, ചില ടാബ്ലറ്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ ഈ കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കല്ലുണ്ടാകുന്ന സമയത്ത്, മൂത്രക്കല്ലുണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നടുവേദന തന്നെയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഈ നടുവേദന ഉണ്ടാകും ചില ആളുകൾക്ക്. അതിൽ പല ആളുകളും അത് സന്ധിവേദനയാണെന്നോ അല്ലെങ്കിൽ പേശിവേദനയോ നീർക്കെട്ടാണെന്നൊക്കെ വിചാരിച്ച് അതങ്ങനെ ഇരിക്കും. പക്ഷെ നടുവേദന എന്നുള്ളത് അത് മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത്, നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നടുവേദന. അതുകൊണ്ട് നടുവേദന ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നിങ്ങൾക്ക് നടുവേദന മാറുന്നില്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നാവും. അതുപോലെ തന്നെ വയറുവേദനയും ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. വയറിന്റെ അടിവയറിനായിട്ട് ഇരുവശങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടാം. ആ വേദന മുൻഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ അത് തുടയിലേക്കൊക്കെ വ്യാപിക്കുന്ന രീതിയിലുള്ള വേദന ആയിരിക്കും ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാനുള്ള പ്രവണത, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. മൂത്രമൊഴിക്കുന്ന സമയത്ത് അസഹ്യമായ വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്.
മൂത്രമൊഴിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത, രക്തം കലർന്ന മൂത്രം വരാനുള്ള സാധ്യതയുണ്ട്. നല്ല വേദനയുള്ള സമയത്ത് ഓക്കാനം, ഛർദി, അതികഠിനമായ വേദന കാരണം ഓക്കാനം, ഛർദി എന്നിവ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പനിയും വിറയലും ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതൊക്കെയാണ് ഈ കിഡ്നി സ്റ്റോണിന്റെ വളരെ പ്രധാനപ്പെട്ട ശരീരം കാണിക്കുന്ന സാധാരണ രീതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത്. ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി എന്നുള്ളത്. ഇനി ചില കല്ലുകൾക്ക് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള വലിപ്പമുള്ള കല്ലുകളുണ്ട്. അത് അത്തരം കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് പൊടിച്ച് കളഞ്ഞെടുക്കുന്ന ട്രീറ്റ്മെന്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് ഒരുവിധം കല്ലൊക്കെ അത് പൊട്ടിച്ച് കളയണം. അതുപോലെ തന്നെ അത് പുറത്തേക്ക് വരാനും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീനൽ സ്റ്റോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.